السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലെ പരമപ്രധാനമായ ഒരു വിഷയമാണ് എന്നോടെന്നതുപോലെ സൂചിപ്പിക്കാനുള്ളത്. അഥവാ ഒരു മനുഷ്യൻ്റെ ഇഹലോകത്തെയും പരലോകത്തെയും രക്ഷയും വിജയവുമാണ് നമ്മുടെ തലക്കെട്ടായ സൽസ്വഭാവം എന്ന വിഷയം. എല്ലാ നന്മകളും ഒരാളിലേക്ക് കടന്നു വരിക, അയാൾ അദബുള്ള അഥവാ മര്യാദയുള്ള സൽസ്വഭാവമുള്ള ഒരാളായി തീർന്നാലാണ്. അതേപോലെ തന്നെ എല്ലാ ഷർറും അഥവാ എല്ലാ ഉപദ്രവവും ഒരാളിലേക്ക് കടന്നു വരിക, ഈ പറഞ്ഞത് അയാളിൽ ഇല്ലാതെയായി കഴിഞ്ഞാലാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ സാലിഹൽ അഖ്ലാഖ്. തീർച്ചയായും സൽസ്വഭാവത്തിൻ്റെ പൂർത്തീകരണമായി കൊണ്ട് മാത്രമാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യം പൂർത്തീകരിച്ചു തന്നു എന്നതാണ് ആ ഹദീസിലൂടെ അവിടുന്ന് നമ്മെ അറിയിക്കുന്നത്. അഥവാ മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചു, സ്വഭാവം, മര്യാദ എന്ന വിഷയത്തിലുള്ള എല്ലാ അബ്വാബുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തീകരണം സംഭവിച്ചിട്ടുണ്ട്. അഥവാ അവിടുന്ന് ഏതൊരു മര്യാദയുടെ വിഷയമുണ്ടോ അതൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പഠിപ്പിച്ച് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, 3 പരമപ്രധാനമായ അടിത്തറകളാണ് അതിനുള്ളത്. ഒന്ന്, നമ്മുടെ അദബ്, മര്യാദ, നമ്മുടെ സൽസ്വഭാവം ഏറ്റവും നന്നാക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയോടുള്ള മര്യാദ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം നന്നാക്കുക, റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം, ഈമാൻ, അത് ശരിയാക്കുക. അല്ലാഹു തആല ഈമാനായി പഠിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ നാം കൃത്യമായി നമ്മുടെ വിശ്വാസമായി കൊണ്ടു നടക്കുക. അതുപോലെ റബ്ബിൻ്റെ കൽപ്പനകൾ, വിധിവിലക്കുകൾ അത് പാലിക്കുക. ഇതൊക്കെ റബ്ബിനോടുള്ള, അള്ളാഹുവിനോടുള്ള അദബാണ്, നമ്മുടെ സ്വഭാവം നന്നാക്കലിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തേത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബാണ്. അഥവാ നമ്മുടെ സ്വഭാവ മര്യാദ അത് നന്നാക്കുക എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിക്കലും തുടങ്ങി അവിടുത്തോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കലുമാണ്. അതു കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ലാത്ത മറ്റുള്ളവർ, സൃഷ്ടികൾ, അതാരുമാവട്ടെ, അവരോടുള്ള സ്വഭാവ മര്യാദകളാണ്. ഇത് ഈ പറഞ്ഞതൊക്കെ ഇതിൻ്റെയൊക്കെ പൂർത്തീകരണമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് എന്നാണ് ആ ഹദീസിൻ്റെ ആശയം. അല്ലാഹു അതാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയിക്കുന്നു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഓ നബിയെ, താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിലാണ്, അഥവാ ഏറ്റവും നല്ല ദീനിലാണ്, ഏറ്റവും നല്ല ആദർശത്തിലാണ്. ദീനിൻ്റെ എല്ലാ മേഖലകളെയും അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചത്. വിശ്വാസ, കർമ്മ, ആചാര, അനുഷ്ഠാനം, സ്വഭാവ, മര്യാദകൾ എല്ലാറ്റിലും മികച്ചു നിന്ന ഒരാളാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നാം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞതായി കാണാം, മാ റഅയ്തു അഹദൻ അഹ്സന ഖുലുഖൻ മിർ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏറ്റവും നല്ല സ്വഭാവ മര്യാദയുള്ള ഒരാളെയും ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്നത് അത്രയും മഹത്തരമാണ്. നമ്മുടെ നല്ലവരായ മുൻഗാമികൾ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ഈ വിഷയത്തിൽ ഏറ്റവും നല്ല മാതൃകാ യോഗ്യരാണ്. അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഈ ഉമ്മത്തിലെ ഇമാമിങ്ങൾ, പണ്ഡിതന്മാർ, അവരൊക്കെ സ്വഭാവ മര്യാദയുടെ കാര്യത്തിൽ അഹോരാത്രം പരിശ്രമിച്ചിരുന്നു എന്നു കാണാം. വർഷങ്ങളോളം അദബ്, മര്യാദ, സ്വഭാവം ഇരുന്നു പഠിച്ചിരുന്നു എന്ന് ചിലരെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം. സഹോദരങ്ങളെ, ഈ ഒരു ആമുഖം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സൽസ്വഭാവത്തിൻ്റെ പ്രാധാന്യം എന്നത് വളരെ വലുതാണ്. നമ്മൾ വിചാരിക്കേണ്ടതില്ല അതൊരു ചെറിയൊരു കാര്യമാണ്. അല്ല, മറിച്ച് ഈ ദീനിൻ്റെ വലിയൊരു ഭാഗം ഉൾക്കൊള്ളുന്നു നമ്മുടെ സ്വഭാവ മര്യാദകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല സ്ഥലങ്ങളിലും പുകഴ്ത്തിയിട്ടുണ്ട്. അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ജനങ്ങളോട് പെരുമാറ്റം, അതിനെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഹദീസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ധാരാളം ഈ വിഷയത്തിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ചില ശ്രേഷ്ഠതകൾ നമുക്ക് മനസ്സിലാക്കാം. സൽസ്വഭാവം സ്വീകരിച്ചാൽ കേവലം ദുനിയാവിൽ ആരെങ്കിലും തൃപ്തിപ്പെടുത്താം എന്നതല്ല ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നത് നമ്മുടെ ദീനാണ്. നമുക്കതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പ്രതിഫലം ലഭിക്കും. മാത്രമല്ല, ഒരാളുടെ സ്വഭാവം നന്നായാൽ അനേകം ഉപകാരങ്ങൾ അതുകൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിലേതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. അതിലൊന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ഒരാളുടെ സ്വഭാവം നന്നാവുക എന്നത് അയാളുടെ ഈമാനിൻ്റെ പൂർത്തീകരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. ഈമാൻ പരിപൂർണമായിട്ടുള്ള മുഅ്മിനീങ്ങളിൽ ഈമാൻ പരിപൂർണമായിട്ടുള്ള ആളുകൾ അവരിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരാണ്. നിങ്ങൾ നോക്കൂ, ഒരാളുടെ ഈമാൻ പൂർത്തീകരിക്കണമെങ്കിൽ അയാളുടെ സ്വഭാവം നന്നായിരിക്കണം. ഒരാൾ വിശ്വാസിയാണ്, പക്ഷേ ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണമാണെന്ത്? സൽസ്വഭാവം. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, നമ്മുടെ ദീനാണ്, നമ്മുടെ ഈമാനാണ്, നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഈ സ്വഭാവം എന്നത്. സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുക. ഒന്നാമത്തെ കാര്യം ഇതാണ്. ഒന്നാമത്തെ ശ്രേഷ്ഠതയായി നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതാണ് നമ്മുടെ സ്വഭാവം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഒരാളുടെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അയാൾക്ക് സാമീപ്യം ലഭിക്കും ഖിയാമത്ത് നാളിൽ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയങ്കരമായ, പ്രിയപ്പെട്ട ആളായി തീരും സൽസ്വഭാവിയായ ഒരു മനുഷ്യൻ. അവിടുന്ന് പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വ അഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുക്കും അഖ്ലാഖ.
തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ ഖിയാമത്ത് നാളിൽ ഞാനുമായി സാമീപ്യം ലഭിക്കുന്ന എനിക്കേറ്റവും പ്രിയപ്പെട്ട ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലെ സൽസ്വഭാവികളാണ്. സഹോദരങ്ങളെ നോക്കൂ, എന്തൊരു മഹത്തരമായ പ്രത്യേകതയാണിത്. നമ്മിലാരാണ് ആഗ്രഹിക്കാത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവിടുത്തെ സാമീപ്യം ലഭിക്കാൻ? അവിടുത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നതിലുപരി അവിടുന്ന് തിരിച്ചു നമ്മെ ഇഷ്ടപ്പെടുക എന്നത് മനോഹരമായ കാര്യമാണ്. അതിന് നിങ്ങൾ നോക്കൂ, ഒരാളുടെ സ്വഭാവം നന്നാക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മൾ എത്ര ശ്രദ്ധിക്കണം, എത്ര പരിശ്രമിക്കണം സ്വഭാവം നന്നാക്കാൻ. പല ആളുകളും പറയാറുണ്ട്, മോശം സ്വഭാവം ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ ഞാൻ പണ്ടേ അങ്ങനെയാണ്, നീ പണ്ടേ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് മാറ്റേണ്ടതുണ്ട്, അത് തിരുത്തേണ്ടതുണ്ട്. കാരണം എന്താണ്? ആദ്യം നമ്മൾ കേട്ട ശ്രേഷ്ഠത ഈമാനിൻ്റെ പൂർത്തീകരണമാണത്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്തു നിൽക്കാൻ സ്വഹാബത്തിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമോ, അവിടുത്തെ സാമീപ്യം കിട്ടുമോ എന്നതോർത്ത് പ്രയാസപ്പെട്ടിരുന്നതായി നമുക്ക് കാണാം. ആ വിഷയത്തിൽ അല്ലാഹു തആല ആയത്ത് വരെ അവതരിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ വന്നുകൊണ്ട് ഒരു സഹാബി വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് ചോദിച്ചു, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, നബിയെ, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കുടുംബത്തോടൊപ്പം ആയാൽ അങ്ങയെ കാണാൻ തോന്നുമ്പോൾ, അങ്ങയോട് സംസാരിക്കാൻ തോന്നുമ്പോൾ, അങ്ങയോട് അടുത്തിരിക്കാൻ തോന്നുമ്പോൾ എനിക്ക് ഓടി വരാം. പക്ഷേ അങ്ങ് വഫാത്തായി കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അങ്ങ് വലിയ ഉന്നതമായ പദവികളിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഉള്ളവന് അങ്ങയെ കാണാൻ, അങ്ങയോട് അടുത്തിരിക്കാൻ സാധിക്കുമോ എന്നതോർത്ത് ഞാൻ പ്രയാസപ്പെടുകയാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോഴാണ് അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചത്, വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചുവോ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. സൂറത്തുൻ നിസായിലെ ആയത്താണിത്. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം ആരനുസരിച്ചുവോ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിലാണ്. ആരാണവർ? നബിമാർ, സിദ്ദീഖുമാർ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. ഇവരെത്ര നല്ല കൂട്ടുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി. അപ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ആ ഒരു പദവി ലഭിക്കണമെങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാമീപ്യം കിട്ടണമെങ്കിൽ, അവിടുത്തെ സ്നേഹം ലഭിക്കണമെങ്കിൽ സ്വഭാവം നന്നാക്കണം എന്നുള്ളതാണ്. ആ ഹദീസിന്റെ ബാക്കി കൂടി ഒരു ഫായിദ എന്ന നിലക്ക് വായിക്കട്ടെ. അവിടുന്ന് പറഞ്ഞു, വഇന്ന അബ്ഗലകും ഇലയ്യ വഅബ്അദകും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, തീർച്ചയായും എനിക്കേറ്റവും വെറുപ്പുള്ള, ഖിയാമത്ത് നാളിൽ ഞാനുമായി ബഹുദൂരം അകലമായി തീരുന്ന ആളുകൾ അസ്സർസാറൂന വൽ മുതശദ്ദിഖൂന വൽ മുതഫൈഹിഖൂൻ. 3 വിഭാഗം അല്ലെങ്കിൽ 3 സ്വഭാവമുള്ള ആളുകളെ അവിടുന്ന് എണ്ണിപ്പറഞ്ഞു. ഖാലു, സഹാബത്ത് ഇത് കേട്ടപ്പോൾ പറഞ്ഞു, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഖദ് അലിംന അസ്സർസാറൂൻ വൽ മുതശദ്ദിഖൂൻ ഫമൽ മുതഫൈഹിഖൂൻ. 3 വിഭാഗം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബത്ത് പറഞ്ഞു, ഈ 2 വിഭാഗം ആളുകളെ കുറിച്ച് നമുക്ക് മനസ്സിലായി. 3ാമത്തെ ആളുകൾ ആരാണ് നബിയെ? ഈ 2 വിഭാഗത്തിൽ 1ാമത്തേത് അവിടുന്ന് പറഞ്ഞു, അസ്സർസാറൂൻ. അസ്സർസാറൂൻ എന്ന് പറഞ്ഞാൽ അൽ കസീറുൽ കലാം, ധാരാളമായി സംസാരിക്കുന്നവർ. വെറുതെ വായിട്ടടിക്കുക, അങ്ങനെ വെറുതെ സംസാരിക്കുന്ന, ധാരാളമായി സംസാരിക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമല്ല എന്നാണ്. ഖിയാമത്ത് നാളിൽ അവിടുത്തെ സാമീപ്യം ലഭിക്കുകയില്ല എന്നാണ്. അത് അനാവശ്യമായി സംസാരിക്കുക, സൊറ പറയാന്ന് പറഞ്ഞില്ലേ, സർസറ എന്ന് പറഞ്ഞാൽ അതാണ് അസ്സർസാറൂൻ. വെറുതെ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക, മിണ്ടാതിരിക്കാൻ പറ്റൂല, വെറുതെ സംസാരിക്കും. വെറുതെ നിൽക്കുമ്പോൾ അവിടുത്തെ അവൻ്റെ കാര്യം, ഇവൻ്റെ കാര്യം, മറ്റവൻ്റെ കാര്യം, ഒരാവശ്യമില്ലെങ്കിലും വെറുതെ എന്നാൽ ഒരു സുബ്ഹാനല്ലാഹ്, പിന്നെയോ എന്തെങ്കിലും ഉണ്ടാവും.
എന്തെങ്കിലും കുത്തിക്കൊണ്ടുവരൂ. അത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഖൈറായ ഒരു ചർച്ചയാണെങ്കിൽ, നല്ല ദീനി വിജ്ഞാനമാണെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെടും. നേരെ മറിച്ച് വെറുതെ ഇരിക്കേണ്ടതില്ലല്ലോ എന്നെന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് അപകടമാണ്. അപ്പോൾ ധാരാളമായി വെറുതെ സംസാരിക്കുന്ന ആളുകൾ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. നമുക്ക് അത് ശ്രദ്ധിക്കേണ്ടവരാണ്. വെറുതെ എന്തെങ്കിലും പറയണ്ടേ എന്ന് വിചാരിച്ച് നമ്മൾ സംസാരിക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഫൽ കസീറുൽ കലാം, അതാണ് സർസാർ. അങ്ങനെയുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ വിഭാഗം അൽ മുതശദ്ദിഖൂൻ. അൽ മുതശദ്ദിഖൂൻ എന്ന് പറഞ്ഞാൽ അല്ലദീ യതതാവലു അലൻ നാസി ഫിൽ കലാം വയബ്ദു അലൈഹിം, ജനങ്ങളുടെ മേൽ കടന്നുകയറ്റം നടത്തുന്നവർ, ആളുകളുടെ മേൽ കടന്നുകയറുക, ഹലാലും ഹറാമും നോക്കാതെ ആളുകളെക്കുറിച്ച് സംസാരിക്കുക, ആളുകളെ ആക്ഷേപിക്കുക, കുത്തിപ്പറയുക, അവഹേളിക്കുക തുടങ്ങി ഒരാൾ ഇയാളോട് സംസാരിച്ചാൽ അയാളുടെ കാര്യത്തിൽ തീരുമാനവും. ആ ജാതി മനുഷ്യൻ. അങ്ങനെയുള്ള ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമല്ല എന്നാണ്. സഹാബത്ത് പറഞ്ഞു. ഈ രണ്ടു വിഭാഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി. മൂന്നാമത് പറഞ്ഞ ആൾ ആരാണ് നബിയെ? അവിടുന്ന് പറഞ്ഞു അൽ മുതകബ്ബിറൂൻ, അഹങ്കാരി, അഹങ്കരിക്കുന്നവൻ. സംസാരത്തിലുള്ള അഹങ്കാരമാവാം, അതല്ലാത്ത പൊങ്ങച്ചം, അഹങ്കാരം നടിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമല്ല. ഖിയാമത്ത് നാളിൽ അവിടുത്തെ സാമീപ്യം ലഭിക്കുകയുമില്ല എന്നുകൂടി ആ ഹദീസിൽ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവികളെ ഇഷ്ടപ്പെടും. അവിടുത്തെ സാമീപ്യം അവർക്ക് ലഭിക്കും. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കൂ, മൂന്നും ദുസ്വഭാവത്തിൽപ്പെട്ടതാണ്. ദുസ്വഭാവം അതിൽപ്പെട്ടതാണിത്. അതിലാദ്യം പറഞ്ഞത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തതും. മൂന്നും ഗുരുതരമായ ദുസ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെ അവിടത്തേക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കൂ, സൽസ്വഭാവം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം, അതല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, ഒരാളുടെ സ്വഭാവം നന്നായാൽ അയാൾ ജനങ്ങളിൽ ഏറ്റവും നല്ലയാളാണ്. അവിടുത്തെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ലം യകുനിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷൻ വലാ മുതഫഹിഷൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കിലോ പ്രവൃത്തിയിലോ വൃത്തികേടുകൾ, മ്ലേച്ഛതകൾ അങ്ങനെയുള്ള സ്വഭാവം ഇല്ലാത്ത വ്യക്തിത്വമാണ്. എന്നിട്ട് അവിടുത്തെ കുറിച്ച് പറയുകയാണ്, വകാന യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളിലെ സൽസ്വഭാവികളാണ്. നോക്കൂ, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകളാവാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവം നന്നാക്കിയാൽ മതി. നമ്മുടെ സ്വഭാവം എല്ലാ അർത്ഥത്തിലും നന്നാക്കിയാൽ ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ആളുകളായി തീരാൻ അത് നമ്മെ സഹായിക്കും എന്നതാണ്. നാലാമത്തെ കാര്യം, നാലാമത്തെ പ്രത്യേകത സഹോദരങ്ങളെ, ഒരാൾ സൽസ്വഭാവിയായി കഴിഞ്ഞാൽ, അയാളുടെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ പരലോകത്ത് അയാൾക്ക് അയാളുടെ മീസാനിൽ ഭാരം തൂങ്ങുന്ന കാര്യമാണത്. പാരത്രികമായ ഉപകാരം ലഭിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ദുനിയാവിൽ നല്ല സ്വഭാവം എന്നത് ഒരാളുടെയും തൃപ്തിക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് സൽസ്വഭാവം എന്നത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നൽകുന്നുണ്ട്. അതിൽ എല്ലാം നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശൈഉൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഖുലുഖിൻ ഹസൻ. ഖിയാമത്ത് നാളിൽ സൽസ്വഭാവത്തേക്കാൾ തുലാസിൽ ഭാരം തൂങ്ങുന്ന മറ്റൊന്നുമില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നമ്മുടെ കർമ്മങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ മീസാനിൽ ഭാരം തൂങ്ങുന്ന കാര്യം മറ്റൊന്നുമില്ല സൽസ്വഭാവമല്ലാതെ. എത്ര പ്രാധാന്യമുണ്ട് എന്ന് നോക്കൂ നിങ്ങൾ. ഒരാളുടെ സ്വഭാവം നന്നായാൽ അയാളുടെ തുലാസിൽ അത് ഭാരം തൂങ്ങും. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തുലാസിൽ ഭാരം തൂക്കപ്പെടും.
നമ്മുടെ കർമ്മങ്ങളും ചെയ്ത നമ്മളും. ശരീരത്തിന് നല്ല ഭാരമുണ്ടായിട്ട് കാര്യമില്ല, അമലുകൾക്ക് ഭാരമുണ്ടാവണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തടിച്ചു കൊഴുത്ത ഒരു നിഷേധിയായ ഒരു മനുഷ്യനെ കൊണ്ടുവരും. അയാളെ തുലാസിൽ ഭാരം തൂക്കിയാൽ കൊതുകിൻ്റെ ചിറകിൻ്റെ വലിപ്പം പോലും അയാൾ ഉണ്ടാവുകയില്ല, ഭാരം പോലെ അയാൾ ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ അറാഖിൻ്റെ കൊള്ളി പറിക്കാൻ മരത്തിൽ കയറിയപ്പോൾ മെലിഞ്ഞുണങ്ങിയ കാലുകൾ കണ്ടപ്പോൾ സഹാബികൾ ചിരിച്ചുപോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മീസാനിൽ നാളെ പരലോകത്ത് ഭാരം തൂങ്ങുന്ന 2 കാലുകളാണവ. നോക്കൂ, മെലിഞ്ഞുണങ്ങിയ ഒരാളാണെങ്കിലും അമലുകൾക്ക് ആധിക്യമുണ്ടോ, പരലോകത്ത് ഭാരം തൂങ്ങും. അപ്പോൾ നോക്കൂ, നമ്മുടെ കർമ്മങ്ങൾ തൂക്കുമ്പോൾ സൽസ്വഭാവത്തിന് ഭാരം തൂങ്ങുമെന്നുള്ളതാണ്. കാരണം എന്താണ് സഹോദരങ്ങളെ? ഒരാളുടെ സ്വഭാവം നന്നായാൽ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും സൃഷ്ടികളോടും അയാൾ നല്ല രൂപത്തിൽ പെരുമാറും. അതുകൊണ്ട് തന്നെ അയാൾ നന്മയിലായിരിക്കും. നന്മകൾ തുടരെ തുടരെ ചെയ്യാൻ അയാൾക്കതുകൊണ്ട് സാധിക്കും. എല്ലാ ഖൈറും അയാളിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ ഭാരം തൂങ്ങും അമലുകൾക്ക്, സൽസ്വഭാവത്തിന്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വഇന്നല്ലാഹ ലയുബ്ഗിദുൽ ഫാഹിഷൽ ബദീഅ. അല്ലാഹു സുബ്ഹാനഹു വതആല അൽ ഫാഹിഷിനെയും അൽ ബദീഇനെയും വെറുക്കുന്നു. അൽ ഫാഹിഷ് എന്ന് പറഞ്ഞാൽ വൃത്തികേടുകൾ സംസാരിക്കുന്നവർ, വൃത്തികേടുകൾ പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ളവരെ അള്ളാഹുവിന് വെറുപ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കൂ, സ്വഭാവത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. 5ാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒരാളുടെ സ്വഭാവം നന്നായാൽ അയാൾ പകൽ നോമ്പനുഷ്ഠിക്കുന്ന, രാത്രി നിന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ പദവിയിലേക്ക് എത്തിച്ചേരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജത സായിമിൽ ഖായിം. തീർച്ചയായും ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, അയാളുടെ സൽസ്വഭാവം കാരണത്താൽ നോമ്പനുഷ്ഠിക്കുന്ന, രാത്രി നിസ്കരിക്കുന്ന ഒരാളുടെ പദവിയിലേക്ക് അയാൾ എത്തിച്ചേരും. സ്വഭാവം നന്നാക്കിയാലുള്ള ഗുണമാണിത്. രാത്രി നിസ്കരിക്കുന്ന, പകൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരാളുടെ പദവിയിലേക്ക് ഒരു വിശ്വാസി എത്തിച്ചേരും. എന്തേ കൊണ്ടു? സ്വഭാവം നന്നാക്കിയാൽ മതി. സഹോദരങ്ങളെ നോക്കൂ, നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ഞാൻ പണ്ടേ അങ്ങനെയാണ്, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, മാറ്റാൻ സാധിക്കുകയില്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? ഈ പ്രത്യേകതകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എത്ര പരിശ്രമിക്കണം നമ്മുടെ സ്വഭാവം നന്നാക്കാൻ. എന്ന് നിങ്ങൾ നോക്കൂ, 6ാമത്തെ കാര്യം, ഒരാളുടെ സ്വഭാവം നന്നായാൽ അയാൾക്ക് ദുനിയാവ് മുഴുവൻ ലഭിച്ചു. ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ, 4 കാര്യങ്ങൾ, ഇദാ കുന്ന ഫീക ഫലാ അലൈക മാ ഫാതക മിനദ് ദുനിയ. ഈ 4 കാര്യങ്ങൾ നിന്നിലുണ്ടോ, ദുനിയാവിൽ നിനക്ക് മറ്റെന്ത് നഷ്ടപ്പെട്ടാലും നീ ഒരു പേടിയും പേടിക്കേണ്ടതില്ല, നിന്നെ ഒന്നും ബാധിക്കുന്നില്ല. എന്തൊക്കെയാണവ? ഹിഫ്ളു അമാന, വിശ്വസ്തത കാത്തു സൂക്ഷിക്കൽ. സൽസ്വഭാവത്തിൽപ്പെട്ടതാണത്. അത് ഒരാളിലുണ്ടോ, ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും പേടിക്കേണ്ടതില്ല. വസിദ്ഖു ഹദീസ്, 2ാമത്തത് സത്യസന്ധമായ വാക്കുകൾ, കളവ് പറയാത്ത, സത്യം മാത്രം പറയുന്ന സ്വഭാവം. 3ാമത്തത് വഹുസ്നു ഖലീഖ, സൽസ്വഭാവം. 4ാമത്തത് വഇഫത്തുൻ ഫീ തുഅമ, ഭക്ഷണത്തിൽ, ഉപജീവനത്തിൽ പതിവൃതി കാണിക്കുക. ഉപജീവനത്തിൽ ഇഫത്ത് ഉണ്ടാവുക, പരിശുദ്ധി ഉണ്ടാവുക. ഒരു ഹറാമും കലരാതെ ഹലാല് മാത്രം ഭക്ഷിക്കുന്ന, ഉപജീവനത്തിൽ തിന്നുകയും കുടിക്കുകയും ഉടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഈ 4 കാര്യങ്ങളുണ്ടോ, ദുനിയാവ് മുഴുവൻ കിട്ടി. ദുനിയാവിലെ എന്ത് പിന്നെ നഷ്ടപ്പെട്ടാലും പേടിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. സഹോദരങ്ങൾ നോക്കൂ, ഈ 4ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് സൽസ്വഭാവം. പ്രത്യേകം പറഞ്ഞു, ഈ പറഞ്ഞതൊക്കെ സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. എന്നാൽ അതിൽ തന്നെ പ്രത്യേകം സ്വഭാവം നന്നാക്കുക എന്ന കാര്യം അവിടുന്ന് എടുത്തു പറഞ്ഞു.
ഏഴാമത്തെ കാര്യം, ഒരാൾ സൽസ്വഭാവിയായാൽ അയാൾക്ക് എല്ലാ നന്മയും ലഭിച്ചു. നേരത്തെ പറഞ്ഞതല്ല, ദുനിയാവിലെല്ലാം കിട്ടിയതാണ്. ദുനിയാവ് മുഴുവൻ കിട്ടി. ദുനിയാവിൽ പിന്നെ എന്ത് നഷ്ടപ്പെട്ടാലും പേടിക്കേണ്ടതില്ല. ഏഴാമത് പറയാൻ പോകുന്നത്, ഒരാൾ എല്ലാ ഖൈറും ബറക്കത്തിൻ്റെയും ഉടമയായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ നവാസ് ഇബ്നു സമആൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, അൽ ബിർ വൽ ഇസ്ം, നബിയെ എന്താണ് നന്മ, എന്താണ് തിന്മ? നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും അവിടുന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽ ബിർറു, നന്മ എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണ്. ഒരാൾ സൽസ്വഭാവിയായാൽ എല്ലാ നന്മയും അയാളിൽ ഒത്തുചേർന്നു. വൽ ഇസ്ം, തിന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മാ ഹാക ഫീ സദ്രിക്, അത് ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒരു പ്രയാസമുണ്ടാകും. വകരിഹ്ത അൻ യത്തലി അലൈഹി നാസ്, ജനങ്ങൾ കാണുന്നത് നീ വെറുക്കുകയും ചെയ്യും. അതാണ് തിന്മ. തിന്മ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അടയാളമാണിത്. അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം തെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇത് സഹോദരങ്ങളെ നമുക്കൊരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഹദീസാണിത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനത് ഒരു ഉൾക്കൊള്ളാനൊരു പ്രയാസം ഉണ്ടാവും. അല്ലെ ഇളവ് എവിടെയെങ്കിലും കിട്ടുമോ നോക്കാൻ നമുക്ക് തോന്നും. എന്നാൽ ആ ഇളവ് തേടിപ്പോവാതിരിക്കാനുള്ള അടയാളമാണിത്. തെറ്റാണ് എന്ന് മനസ്സിലാവണമെങ്കിൽ അതിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രയാസം ഉണ്ടാകും. അതുപോലെ വേറൊരാൾ അറിയുന്നതിനെ നാം വെറുക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് തെറ്റാണ്. മനസ്സിലായോ? ഇനി ചെയ്യുമ്പോൾ പ്രയാസമൊന്നുമില്ല, മനപ്രയാസമൊന്നും തോന്നുന്നില്ല, ഒരാൾ കണ്ടാലും പ്രശ്നമൊന്നും തോന്നുന്നില്ല, അത് നന്മയായിരിക്കും. ഏത് തിന്മ എടുത്ത് നോക്കിക്കോ, വേറൊരാൾ കാണുന്നത് നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, നന്മ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ്. ഒരാൾ സൽസ്വഭാവിയായാൽ അയാൾക്ക് എല്ലാ നന്മയും വന്നു കിട്ടി എന്നതാണ്. എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, എട്ടാമത്തെ പ്രത്യേകത, സൽസ്വഭാവം എന്നത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണ്. എല്ലാ മുസ്ലിമീങ്ങളോടുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണത്. എന്താണ് വസിയ്യത്തിൻ്റെ പ്രത്യേകത? വസിയ്യത്ത് പാലിക്കണം. സാധാരണ ഒരാൾ, ഒരു മുസ്ലിമായ ഒരാൾ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, ആരും ആവട്ടെ, അവസാനമായി നമുക്ക് വസിയ്യത്ത് നൽകുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ആരെങ്കിലും അത് അവഗണിക്കോ? ഒരിക്കലുമില്ല. ശറഈന് വിരുദ്ധമല്ലാത്ത വസിയ്യത്ത് നടപ്പിലാക്കണം, നിർബന്ധമാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് എന്നത് സാധാരണ ഒരാളുടെ വസിയ്യത്ത് പോലെയല്ല. മാത്രമല്ല, വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കുകയില്ല. ഇപ്പോൾ ഒരു വാപ്പ മരിക്കാൻ കിടക്കുമ്പോൾ മകനെ വിളിച്ച് വസിയ്യത്ത് ചെയ്യുക എന്താണ്? വീടിന് പെയിൻ്റ് അടിക്കണം, ചെടിക്ക് വെള്ളമൊഴിക്കണം എന്നാണോ? അല്ല, ചെറിയ ചെറിയ കാര്യങ്ങളല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും അവസാനമായി പറഞ്ഞു കൊടുക്കുക. അതാണ് വസിയ്യത്തിൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്താണിത്. അവിടുന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ ദാഇയായി, ഖാദിയായി യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, എവിടെയായിരുന്നാലും. വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, ഒരു തിന്മ സംഭവിച്ചു പോയാൽ നന്മ കൊണ്ടതിനെ പിന്തുടരുക, എങ്കിൽ നീ ചെയ്ത തിന്മയെ ആ നന്മ മായ്ച്ചു കളയും. തെറ്റുപറ്റിപ്പോയാൽ വേഗം നന്മ ചെയ്യുക. മൂന്നാമത്തെ ഉപദേശം എന്താണ്? വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നീ ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറുക. ഇതാർക്കാണ് ഈ വസിയത്ത് കൊടുക്കുന്നത്? സഹാബിക്കാണ്. സഹാബി എവിടേക്കാണ് പോണത്? പ്രബോധനത്തിന്, ഖാദിയായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് പോകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വസിയത്താണിത്. നമുക്കെല്ലാവർക്കുമുള്ള വസിയത്താണ്. നമ്മളെവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. ആര് കണ്ടില്ലെങ്കിലും ആര് കേട്ടില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നു, അള്ളാഹു നമ്മെ കേൾക്കുന്നു, അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നു എന്ന ഒരു ചിന്ത എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം.
അതുപോലെ മനുഷ്യ സഹജമാണ്, അബദ്ധങ്ങളുണ്ടാകും, കുറവുകളുണ്ടാകും, ന്യൂനതകളുണ്ടാകും. അതിലുറച്ചു നിൽക്കരുത്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് തിരിച്ചു മടങ്ങണം, നന്മകൾ ചെയ്യണം. എങ്കിൽ ആ തിന്മ അള്ളാഹു തആല മായ്ച്ചു നൽകും, അള്ളാഹു പുറത്തു നൽകും. അതുപോലെ ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഇത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 9ാമത്തെ കാര്യം, ഒരാളുടെ സ്വഭാവം നന്നായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥലത്തൊരു വീട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്നതി ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖ. സ്വർഗത്തിന്റെ ഓരത്ത് അഥവാ താഴെ ഭാഗത്ത് ഒരു വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. ആർക്കാണ് സ്വർഗത്തിന്റെ താഴെ ഭാഗത്തൊരു വീട്? സത്യം ഒരുവന്റെ കയ്യിലുണ്ട്, എന്നിട്ടും അയാൾ തർക്കം ഉപേക്ഷിച്ചു. നമ്മളടുത്താണ് ഹക്ക്, അത് വിടൂല, വിട്ടുകൊടുക്കൂല, ഒരു നിലക്കും വിട്ടുകൊടുക്കൂല എന്ന് പറയുന്നതിന് തെളിവില്ല. മറിച്ച് സത്യമുണ്ടെങ്കിലും ഹക്കുണ്ടെങ്കിലും തർക്കിക്കുകയില്ല, തർക്കിക്കാൻ ഞങ്ങളില്ല എന്നു പറഞ്ഞ ആൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്നാണ്. അവിടുന്ന് പറഞ്ഞു, വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിലൊരു വീടുണ്ട്. ആർക്കാണ്? ലിമൻ തറകൽ കദിബ, കളവ് ഉപേക്ഷിച്ചവന്, വഇൻ കാന മാസിഹൻ, തമാശക്കായാൽ പോലും, തമാശക്ക് പോലും കളവ് പറയാത്ത ഒരാൾക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ വീടുണ്ട്. തമാശക്ക് പോലും കളവ് നമ്മുടെ നാവൊന്നു വരാൻ പാടില്ല. എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ടാവോ? ഇല്ല. എവിടെ? എപ്പോൾ വരുന്നു? ഇപ്പോൾ വരുമോ? ഇല്ല, കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. അതൊക്കെ എന്താണ്? കളവാണത്. തമാശക്കായാൽ പോലും പാടില്ലാത്തതാണ്. ഒരു നിലക്കും കളവ് സഹോദരങ്ങളെ വരരുത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ആരോടായാലും ശരി, അത് ആരോടായാലും. എവിടെയാണ് എത്തിയ സ്ഥലം പറഞ്ഞു കൊടുത്താൽ മതി. അല്ലെങ്കിൽ വരുന്നു പറഞ്ഞാൽ കൃത്യസമയം പറഞ്ഞു കൊടുക്കുക, ഇല്ല അതിനോട് അടുപ്പിച്ച സമയം പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും, അപ്പുറത്തിന്ന് പറയും. പറയരുത്, കളവാണത്. അതുപോലെ തമാശ രൂപത്തിൽ ചിലപ്പോൾ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പണ്ടേ കണ്ടതാണ്. അവൻ കണ്ടിട്ടുണ്ടാവില്ല, ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ട് കുറച്ച് നേരം പറയും ഞാൻ വെറുതെ പറ്റിക്കാൻ പറഞ്ഞാണ്. അങ്ങനെ പോലും പറയാത്ത ഒരാൾക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ വീടുണ്ട് എന്നാണ്. 3ാമതായി അവിടുന്ന് പറഞ്ഞു, വബിബൈത്തിൻ ഫീ അഅലൽ ജന്ന, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ മുകളിൽ വീടുണ്ട് എന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു. ലിമൻ ഹസ്സന ഖുലുഖഹു, ആരാണോ അവന്റെ സ്വഭാവം നന്നാക്കിയത്. സൽസ്വഭാവത്തിന്റെ ശ്രദ്ധ നോക്കൂ നിങ്ങൾ. ഒരാളുടെ സ്വഭാവം നന്നാക്കിയാൽ സ്വർഗത്തിന്റെ ഉയരങ്ങളിലാണ് അയാൾക്ക് വീട്. 10ാമത്തെ കാര്യം, ഒരുപാട് ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായി തീരുന്ന 2 കാര്യങ്ങളിൽ ഒന്നാണ് സൽസ്വഭാവം. അവിടുത്തോടൊരിക്കൽ ചോദിക്കപ്പെട്ടു, അൻ അക്സരി മാ യുദ്ഖിലു നാസ് അൽ ജന്ന, ജനങ്ങളിൽ അധിക പേരും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? അവിടുന്ന് പറഞ്ഞു, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്. ഒന്നാമത്തത് തഖ്വയാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കൽ. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതിൽ എല്ലാം പൊട്ടു. ഈമാനും ഇഖ്ലാസും ഇസ്ലാമും സുന്നത്തും ഒക്കെ ഇതിൽ പൊട്ടു. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ ഒരാൾ സൂക്ഷിച്ചാൽ മുത്തഖീങ്ങൾക്കാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. 2ാമത്തെ കാര്യം തഖ്വയോടൊപ്പം സ്വഭാവം നന്നാവുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾ നല്ല മുത്തഖിയായിരിക്കും, പക്ഷേ സ്വഭാവം 5 പൈസക്ക് കൊള്ളാത്തതാണെങ്കിൽ പേടിക്കേണ്ടതാണ്. ദീനി പരമായി ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ആളായിരിക്കും, പക്ഷെ സ്വഭാവത്തിൽ വളരെ പിന്നോട്ടായിരിക്കും. അങ്ങനെ ചില ആളുകളുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ 5 നേരം നിസ്കരിക്കുന്ന ആളായിരിക്കും, തൊട്ട ചൂടവും, അനങ്ങിയ പ്രശ്നക്കാരനായിരിക്കും. ഒരു സദസ്സിലിരുന്നാൽ അടിച്ചിട്ടല്ലാതെ പിരിയുകയില്ല, സംസാരിച്ചാൽ തർക്കിക്കാതിരിക്കുകയില്ല. ആ ജാതി അടുപ്പിക്കാൻ കൊള്ളാത്ത മുത്തഖിയായ ആളുകൾ
ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും നമ്മളായിത്തീരരുത്. ദീൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ദീനപരമായിട്ട് മുന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൽ സ്വഭാവത്തിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് നോക്കൂ, രണ്ട് കാര്യങ്ങൾ, ഈ രണ്ടും ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ധാരാളം ആളുകളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായി തീരുന്ന രണ്ടു കാര്യങ്ങളാണ്. 11ാമത്തെ കാര്യം, ഒരാൾ സ്വഭാവം നന്നാക്കിയാൽ അയാൾക്ക് നരകം ഹറാമാണ്. അയാൾക്ക് നരകം ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും, സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിമൻ യഹ്റുമു അലന്നാർ, നരകത്തിന് ഹറാമായ ഒരാളെ കുറിച്ച്, ഔ ബിമൻ തഹ്റുമു അലൈഹിന്നാർ, അല്ലെങ്കിൽ ഏതൊരുവനാണോ അയാളുടെ മേൽ നരകം ഹറാമാണ്, അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. ആരാണ് അയാൾ? അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹൽ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാ ഖരീബ് എന്ന് പറഞ്ഞാൽ നന്മയിൽ മുന്നേറുന്നവൻ. ആരാണോ നന്മയിൽ മുന്നേറുന്നത്, ഏതൊരു നന്മയുണ്ടോ അതിനോട് അയാൾ വേഗത്തിൽ അടുക്കും, അങ്ങനെയുള്ള ഒരാൾ. അതല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ജനങ്ങളുമായി അടുക്കുന്നവൻ, ജനങ്ങളോട് അടുപ്പം കാണിക്കുന്ന ആൾ. ഹയ്യിൻ എന്ന് പറഞ്ഞാൽ മൃദു സ്വഭാവമുള്ളവൻ, നല്ല സ്വഭാവക്കാരൻ, അടക്കമുള്ള ശാന്തതയുള്ള ആൾ. സഹിൽ എന്ന് പറഞ്ഞാൽ മാന്യൻ, അഥവാ ഒരാൾക്ക് അയാളുമായി എളുപ്പത്തിൽ ഇടപഴകാൻ സാധിക്കും, ഒരു കെട്ടിക്കൊടുക്കുണ്ടാവുകയില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അയാളായിട്ട് ഇടപെട്ടാൽ പിന്നെയും ഇടപഴകാൻ തോന്നും. ആ രൂപത്തിൽ ആളുകളുമായി അടുക്കുന്ന, നല്ല സ്വഭാവമുള്ള, ആളുകൾക്ക് എളുപ്പം നൽകുന്ന ഏതൊരുവനുണ്ടോ അവന് നരകം ഹറാമാണ്. ഈ വിശേഷണങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. നന്മയിൽ അടുക്കുന്ന, ജനങ്ങളുമായി അടുപ്പമുള്ളവരാണോ നമ്മൾ? ശ്രദ്ധിക്കുക. ജനങ്ങളെ നമ്മൾ അകറ്റരുത്, മറിച്ച് ജനങ്ങളുമായി അടുപ്പമുണ്ടാവണം. പ്രത്യേകിച്ച് ദീനുമായി പ്രബോധന രംഗത്ത് ഏർപ്പെടുന്ന ആളുകൾ നമ്മളുമായി അകലരുത്, മറിച്ച് ആളുകൾ അടുക്കണം. അങ്ങനെ അടുപ്പമുണ്ടാവുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, അവർക്ക് നരകം ഹറാമാണെന്നാണ്. നേരെ മറിച്ച് ആളുകളെ വിരട്ടുന്ന, ആളുകളുമായി അടുക്കാത്ത, കണ്ടാൽ തന്നെ പരുഷ സ്വഭാവത്തിൽ നിൽക്കുന്ന, മുസ്ലിമീങ്ങളോട് പോലും ചിരിക്കാത്ത, സംസാരിക്കാത്ത, കണ്ടാൽ മിണ്ടാത്ത എത്രയോ ആളുകളുണ്ട്. തോള് ചേർന്ന് നിസ്കരിക്കാൻ സൊഫിലുണ്ടാവും, എന്നാലും ഒന്ന് തിരിഞ്ഞു നോക്കൂല. അതുണ്ടല്ലോ, ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ ഒരു സ്വതക്കയുടെ പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മകളിൽ നിന്ന് യാതൊന്നും നിങ്ങൾ നിസാരവൽക്കരിക്കരുത്. ഏതുവരെ? നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് വരെ. ആ പുഞ്ചിരി വരെ സ്വതക്കയാണ്. എന്നാൽ പോലും ഒന്ന് നോക്കി പുഞ്ചിരിക്കുകയില്ല. അങ്ങനെ ആവരുത്. ആളുകളുമായി, ജനങ്ങളുമായി അടുപ്പമുള്ളവരായിരിക്കണം. കാരണം എങ്കിലേ നമ്മൾ പറയുന്നത് ജനങ്ങൾ കേൾക്കുകയുള്ളൂ. നമ്മൾ പറയുന്ന ഹക്ക്, സത്യം, സത്യദീൻ ജനങ്ങൾ കേൾക്കണം, അവർ സ്വീകരിക്കണം, അവരതിലേക്ക് അടുക്കണം. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരും. അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ചരിത്ര സംഭവങ്ങൾ ഓർമ്മിക്കാനുണ്ട്. അതുപോലെ തന്നെ സൗമ്യനായിരിക്കണം, സൗമ്യ സ്വഭാവമുള്ള, അടക്കമുള്ള ആളുകളായിരിക്കണം. പൊട്ടിത്തെറിക്കുന്ന, ഒരു നിലക്കും നല്ല സ്വഭാവമില്ലാത്ത ഒരാളാവരുത്. അതുപോലെ ജനങ്ങൾക്ക് എളുപ്പം നൽകണം. ആരുമായി സഹവസിച്ചാലും അവർക്ക് നമ്മെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാവരുത്. എന്ന് പറഞ്ഞാൽ ദീന് വിട്ടുകൊടുത്തിട്ട് പ്രയാസം ഉണ്ടാക്കരുതെന്നല്ലേ പറഞ്ഞത്.
ഭൗതികമായ സ്വഭാവ മര്യാദകളിൽ എളുപ്പമുണ്ടാവണം. ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ പിന്നെയും കച്ചവടത്തിൽ ഏർപ്പെടാനുള്ള ഒരു തോന്നൽ മറ്റുള്ളവർക്ക് നമ്മോടൊപ്പം ഉണ്ടാവണം, നമ്മുടെ കാര്യത്തിൽ ഉണ്ടാവണം. ജീവിതത്തിൽ അവൻ്റെ പരിസരത്തേക്ക് പോകില്ല എന്ന ജാതി വർത്തമാനങ്ങൾ ആളുകൾ നമ്മെക്കുറിച്ച് പറയരുത്. ഒരു കെട്ടിക്കൊടുക്കുണ്ടാക്കരുത്. ജനങ്ങൾക്ക് എളുപ്പം നൽകണം, നല്ല സ്വഭാവത്തിൽ പെരുമാറണം. മുസ്ലിമിനോടായാലും ശരി, കാഫിറിനോടായാലും ശരി, മുസ്ലിമീങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക എന്നത് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. കാരണം മുസ്ലിമീങ്ങളോട് ഒരുപാട് ബാധ്യതകൾ നമുക്കുണ്ട്. ഇതിനല്ലാത്തവരോടും അതിക്രമങ്ങൾ കാണിക്കാനോ അല്ലെങ്കിൽ മോശമായി പരുഷമായി പെരുമാറാനോ നമുക്ക് പാടില്ല. കാരണം എന്താ? നല്ല സ്വഭാവം എന്നത് അവരെ ഈ ദീനിലേക്ക് അടുപ്പിക്കും. നമ്മളെ കണ്ടിട്ട് ആളുകൾ മാറണം, നമ്മളെ കണ്ടിട്ട് ആളുകൾ ഇത് വിട്ടുപോകരുത്, നമ്മളെ കണ്ടിട്ട് ആളുകൾ ഇത് ഉപേക്ഷിച്ച് പോകുന്ന ഒരു കോലത്തിലാവരുത്. അതുകൊണ്ട് നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വിശേഷണങ്ങൾ ഉള്ളവർ അവർക്ക് നരകം ഹറാമാണ്, നരകം അവരുടെ മേൽ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് എത്ര പ്രധാനപ്പെട്ട കാര്യമാണിത്. ഇത് ശ്രദ്ധിക്കാത്ത എത്ര ആളുകളുണ്ട്. ചില ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് പരുഷ സ്വഭാവത്തിൽ നിന്നാലാണ് ഈമാൻ കൂടുക എന്നാണ്. അല്ല, ഏറ്റവും നല്ല സ്വഭാവം കാണിച്ചിരുന്ന ആളാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിൽ മുഅ്മിനീങ്ങളുടെ നേതാവാണ്. അവിടുത്തെ സ്വഭാവം എങ്ങനെയാണ്? ഏറ്റവും നല്ല സ്വഭാവമായിരുന്നു. അവിടുത്തേക്കാൾ വലിയ ഈമാനൊന്നും എന്തായാലും നമുക്കില്ല, ഉറപ്പാണ്. അതൊട്ട് കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് ഈമാൻ എന്നാൽ പരുഷ സ്വഭാവമോ പരുക്കനാവലോ അല്ല, കണ്ടാൽ മിണ്ടാതിരിക്കലോ ചിരിക്കാതിരിക്കലോ അല്ല, മറിച്ച് നേരെ തിരിച്ചാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞില്ലേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ഓ നബിയെ, അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറുന്നത്. വലൗ കുൻത ഫദ്ദൻ ഗലീളൽ ഖൽബി ലംഫദ്ദു മിൻ ഹൗലിക്. താങ്കളെങ്ങാനും കഠിന ഹൃദയനും പരുഷ സ്വഭാവക്കാരനുമായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റുനിന്നും അവർ അകന്നു പോവുമായിരുന്നു. അള്ളാഹു തആല പറഞ്ഞെന്താണ്? മസിലുടിച്ചിക്കാനാ? അല്ല, പരുഷ സ്വഭാവിയാണെങ്കിൽ താങ്കളുടെ കൂടെ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞത്. ആള് അടുത്തിരിക്കണമെങ്കിൽ, അടുത്തിടപഴകണമെങ്കിൽ സൽസ്വഭാവിയായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 12ാമത്തെ കാര്യം, നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എന്നത് ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല ആളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ നല്ല ഉത്തമനായ വ്യക്തിത്വമാണ് ആര്? സൽസ്വഭാവി. അവിടുന്ന് പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, നല്ലവർ, ഖൈറുക്കും ലി അഹ്ലിഹി, നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്. വഅന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളാണ്. ഇത് സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ പാലിക്കേണ്ട മര്യാദ. പല ആളുകളും പുറത്ത് നാട്ടുകാരോടും ജനങ്ങളോടും കൂടെയുള്ളവരോടൊക്കെ നല്ല സ്വഭാവമായിരിക്കും. വീടിൻ്റെ ഗേറ്റ് തുറന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയാൽ പിന്നെ കയറൂരിട്ടതായിരിക്കും. അടിക്കലും പൊളിക്കലും തകർക്കലും ഒച്ചയും വിളിയും. മക്കൾ വിചാരിക്കും ഇയാളൊന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എത്ര അല്ലേ. ഭാര്യ വിചാരിക്കും ചങ്ങായി രാത്രിയാറ്റം വന്നാൽ മതിയായിരുന്നു. ആ ജാതി സ്വഭാവം നമുക്കുണ്ടാവരുത്. ഏറ്റവും ഉത്തമർ നമ്മുടെ കുടുംബത്തിൽ നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ എന്താണ് പറഞ്ഞു കൊടുത്തത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ. അവിടുത്തെ സ്വഭാവം പരിശുദ്ധ ഖുർആനായിരുന്നു എന്നാണ്. നമ്മുടെ വീടുകളിലേക്ക് ആളെ പറഞ്ഞേക്കുക, എന്നിട്ട് നമ്മുടെ ഉമ്മാനോടും ബാപ്പാനോടും ഭാര്യമാരോടൊക്കെ ചോദിക്കാൻ പറയാം, എന്താണ് നിങ്ങളെ ഭർത്താവിൻ്റെ സ്വഭാവം? ചിലപ്പോൾ പിറ്റേന്ന് മുതൽ പള്ളിയിലേക്ക് ഇറങ്ങാൻ പറ്റൂല. സഹോദരങ്ങളെ, എങ്ങനെ ആവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ
കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. കുടുംബത്തിൽ നല്ല രൂപത്തിൽ പെരുമാറാതെ നാട്ടിൽ ആരോട് നല്ല നിലക്ക് പെരുമാറിയിട്ട് എന്ത് കാര്യമാണുള്ളത്? അവിടെ നല്ല രൂപത്തിൽ പെരുമാറണം. എങ്കിൽ ബാക്കിയുള്ളിടത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും. നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ ക്ഷമിച്ച് കടിച്ചു പിടിച്ച് നിൽക്കണം. ഉണ്ടാക്കേണ്ട ഒരു സൽസ്വഭാവം. കാരണം എന്താ? ഒറിജിനൽ വീട്ടിലാണ്. ബാക്കിയൊക്കെ എന്താണ്? നാട്യമായിരിക്കും. ആരുടെയും ഈമാൻ അളക്കാൻ നമ്മളാളല്ല. പക്ഷേ എത്രയോ സംഭവങ്ങൾ കേൾക്കാം ഇതുപോലെ. ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ ആയിത്തീരരുത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. കുടുംബത്തോട്, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളോട്, ഭാര്യമാരോട്, മക്കളോട്. ഇതിനർത്ഥം തെറ്റു കണ്ടാൽ പ്രതികരിക്കരുത് എന്നല്ല. പ്രതികരിക്കുന്നതിന് രീതിയുണ്ട്. പുറത്തുള്ള ഒരാളോട് പ്രതികരിക്കുന്നത് പോലെയല്ല ഉമ്മാനോടും ബാപ്പാനോടും പ്രതികരിക്കേണ്ടത്. വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, ദുനിയാവിൽ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അവർ ദീനില്ലാത്തവരാണെങ്കിലും അവർ മാതാപിതാക്കളാണ്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ അവർക്കുണ്ട്. അവർ ദീനൊന്നുമില്ലാത്ത ആൾക്കാരാണ്, നമ്മൾ ദീനിൻ്റെ ആൾക്കാരാണ്. തിരിഞ്ഞോക്കണ്ടില്ല, അല്ലെങ്കിൽ അവരും പരിഗണിക്കേണ്ടതില്ല എന്നല്ല, പരിഗണിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം? അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുശ്രിക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെത്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇദ്ദേഹത്തെ കൂട്ടി താങ്കൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ, അങ്ങയുടെ അടുക്കിലേക്ക് ഇങ്ങോട്ടേക്ക് വരുത്താണ് അർഹതപ്പെട്ടത്, നിങ്ങൾ അങ്ങോട്ട് വരേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാനം അവിടുന്ന് കാണിച്ചു. അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നല്ല സ്വഭാവം കണ്ടപ്പോൾ മുസ്ലിമായി. നോക്കൂ, മുശ്രിക്കൻ, അദ്ദേഹം മുസ്ലിം ആവുകയാണ് ഉണ്ടായത്. അതുപോലെ സഹോദരങ്ങളെ, നമ്മൾ മാതാപിതാക്കളോട്, അതുപോലെ കുടുംബത്തിൽ വീട്ടുകാരോട്, ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറണം. എങ്കിലേ നമ്മൾ നല്ല മനുഷ്യന്മാരാവുള്ളൂ. അങ്ങനെയുള്ളവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല ആളുകൾ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു നോക്കൂ, ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള മനോഹരമായ സംഭവങ്ങൾ നമുക്ക് കാണാം. ചിലതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. 50 വയസ്സിന് മുകളിലുള്ള ഭർത്താവാണ് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ഭാര്യമാരോട് അവിടുന്ന് കാണിച്ചിരുന്ന ലാളിത്യവും തമാശയും ഒക്കെ നമുക്ക് കാണാം ചരിത്രത്തിൽ. വിശദമായി പറയേണ്ട ചരിത്ര സംഭവങ്ങളാണ്. അങ്ങോട്ടേക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് അവസരം കിട്ടുമ്പോൾ കിടക്കാം. പഠിക്കേണ്ടതാണ് പലതും. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിയിരുന്നു. വേറെ ചില റിവായത്തിൽ കാണാം, ഖിയാറുക്കും, നിങ്ങൾ ഏറ്റവും നല്ലവർ, ഉത്തമർ, ഖിയാറുക്കും ലിനിസാഇഹിം, അവരുടെ സ്ത്രീകളോട്. ഭാര്യമാരെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ ദുൽമും ചിലപ്പോൾ സംഭവിക്കുക അവിടെയാണ്, പാടില്ലാത്തതാണ്. ദീനുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 13ാമത്തെ കാര്യം, സഹോദരങ്ങളെ, സൽസ്വഭാവം എന്നത് നമ്മുടെ സ്വഭാവം നന്നാവുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക്, ഹിദായത്തിലേക്ക്, ഇസ്തിഖാമത്തിലേക്ക് കൊണ്ടുവരാൻ അത് കാരണമായി തീരും. നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ഒരുപക്ഷെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നേക്കാം. അതല്ലെങ്കിൽ ഉള്ള ആളുകൾ തന്നെ തെറിച്ചു പോകാതെ അതിൽ ഉറച്ചു നിന്നേക്കാം. ചില ആളുകളുടെ പ്രവർത്തനം കൊണ്ട് ആളുകൾ പിരിഞ്ഞു പോയേക്കാം. പോയോന് പോയി എന്നത് വേറെ വിഷയം. പക്ഷെ അതിന് നമ്മൾ കാരണക്കാരാവരുത്. നമ്മളെ കൊണ്ട് ഒരാൾ തെറിച്ചു പോകരുത്. പോയ ആൾക്ക് ആ പോയതിൻ്റെ പ്രശ്നം ഉണ്ടാവും, കുറ്റം ഉണ്ടാവും, അത് വേറെ.
ഒരാളെ കണ്ടിട്ടല്ല നമ്മൾ വരേണ്ടതും പോകേണ്ടതും. പക്ഷേ അതിന് നമ്മൾ കാരണക്കാരായി തീർന്നാൽ അതിൻ്റെ പാപഭാരം നമുക്കുണ്ടാവും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പം അതുകൊണ്ട് നമ്മൾ സ്വഭാവം നന്നാക്കണം. പ്രത്യേകിച്ച് ദീനിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ മുസ്ലിമീങ്ങളെ കണ്ടിട്ട് ആളുകൾക്ക് നന്മ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എവിടുന്നാണ് അവർക്ക് കിട്ടുക? കുൻതും ഖൈറ ഉമ്മ, അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായം. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു കൊണ്ടുവന്ന സമൂഹമാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. മുസ്ലിം സമുദായത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതാണിത്. ഇന്നോ കൊലപാതകം നമ്മളെ കൗമ്, മയക്കുമരുന്ന് നമ്മളെ കൗമ്, വ്യഭിചാരം നമ്മളെ കൗമ്, ലഹരി നമ്മളെ കൗമ്, ഏതൊക്കെ തിന്മകളുണ്ടോ അതിലൊക്കെ നമ്മളെ കൗമിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടാവും. ആണും പെണ്ണൊക്കെ ഉണ്ടാവും. അത് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ എത്രയാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഖവാരിജുകളെ കൊണ്ട് മുസ്ലിമീങ്ങൾക്കുണ്ടായ ഷർറ് എത്രയാണ്. ഷിയാക്കളെ കൊണ്ട് ഇസ്ലാമിനുണ്ടായ ഉപദ്രവങ്ങൾ എത്രയാണ്. ഇതുപോലെയുള്ള അധർമ്മകാരികളെ കൊണ്ട്, തെമ്മാടികളെ കൊണ്ട്, അങ്ങനെയുള്ള തിന്മകളുടെ ആളുകളെ കൊണ്ട് എത്രയാണ് പ്രശ്നമുണ്ടായത്. ഇവരെ കണ്ടിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുക? ഇസ്ലാമിനെ അളക്കുക. ഇങ്ങനെയുള്ള ആളുകളെ നോക്കിയിട്ടാണ് ദീനിനെ അളക്കുക. ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവൻ്റെ അളവുകോലാണ് പിന്നെ ഇസ്ലാം ദീനിന് ആളുകൾ വെക്കുക. അതിലവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ആളുകൾ അതിനൊരുങ്ങി നിൽക്കുന്നവരാണ്. അത് തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് വേണം. നമ്മുടെ ഇസ്സത്തിൽ ജീവിക്കാൻ, മുസ്ലിമായി ജീവിക്കാൻ, ഇസ്ലാമിൻ്റെ അന്തസ്സും പ്രതാപവും കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ സ്വഭാവ മര്യാദകളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒക്കെ ഇസ്ലാം ഉണ്ടായിരിക്കണം. നമ്മുടെ വേഷത്തിൽ ഇസ്ലാം ഉണ്ടായിരിക്കണം. നമ്മുടെ ഇടപാടുകളിൽ ഇസ്ലാം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അള്ളാഹു തആല നമുക്ക് വിജയവും പ്രതാപവും ഐശ്വര്യവും സമാധാനവും നിർഭയത്വവും ഒക്കെ നൽകുക. അപ്പോൾ നമ്മെ കൊണ്ട് ദീനിനെ തെറി പറയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. മുസ്ലിമിനെയും അല്ലാത്തവരെയും കണ്ടാൽ തിരിച്ചറിയാത്തൊരു കോലം ഉണ്ടാവരുത്. കണ്ടാൽ മുസ്ലിമാണെന്ന് തിരിച്ചറിയണം. തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം. അല്ലെ, കുറേ ആൾ യാത്ര പോകുമ്പോൾ കൂട്ടത്തിലുണ്ടാവും, മാപ്പിളുണ്ടാവും, എന്നാലോ സ്കരിക്കൂല. കുറേ ആൾക്കാർ കയറി വരുമ്പോൾ സലാം പറയൂല. അതിനൊന്നാവരുത്. ഇസ്ലാമിൻ്റെ ഇസ്സത്ത് ഉണ്ടാവണം. ചില സംഭവങ്ങൾ, ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടിട്ട്, അവർ സുജൂദ് ചെയ്യുന്നത് കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഈ ആളുകൾ ചിന്തിച്ചു എന്നാണ്. അയാളുടെ മുഖം, ഒരാളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? മുഖം. ആ മുഖം ഭൂമിയിൽ സ്പർശിക്കുക എന്നത് അത് വെറുതെ ഒരാൾ ചെയ്യുകയില്ല എന്ന് ചിന്തിപ്പിച്ചു എന്നാണ്. അപ്പോൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ഏകനായ റബ്ബിൻ്റെ മുന്നിലുള്ള സുജൂദാണത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു എന്നാണ്. നമ്മൾ നിസ്കാരം കണ്ടാൽ, നിസ്കാരത്തിൻ്റെ പോക്ക് കണ്ടാൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന രൂപത്തിൽ നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ കൂട്ടത്തിലുള്ള ആളുകൾ കുറേ കാലം നമ്മളിപ്പോൾ ഉണ്ടാവും, പിന്നെ നമ്മളെ സ്വഭാവത്തിൻ്റെ കടുപ്പം കൊണ്ട് ചിലപ്പോൾ മാറിപ്പോക്ക്, പിന്നെ അയാൾ അങ്ങനെ തന്നെ പോവും. അതിനെത്ര സംഭവങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പോയോന് പോയി, പക്ഷേ പോവാൻ നമ്മൾ കാരണമാവരുത്. പരസ്പരം നസീഹത്തുള്ളവരാവണം. ഒരാളൊരു തെറ്റ് ചെയ്തു, ധും എന്നിട്ട് തല്ലി പുറത്താക്കലല്ല, പറഞ്ഞു കൊടുക്കണം. നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഒരുമിച്ച് ചേർത്ത് വിളിച്ച് പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. തീരെ കൊള്ളൂലെങ്കിൽ മാത്രമാണ് മാറ്റി നിർത്തേണ്ടത്. ദീനിന്ന് തെറിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായാൽ
നമുക്ക് ഷർറുണ്ടാകുമെന്ന് തോന്നിയാൽ അപ്പോഴാണ് മാറ്റി നിർത്തേണ്ടത്. അല്ലാതെ ചെറിയൊരു കാര്യം വീഴുമ്പോഴേക്കും ഡും എന്നൊരു തട്ടരുത്. സംസാരിക്കണം, നേർക്ക് നേരെ സംസാരിക്കണം. അപ്പുറത്തോട്ട് കുസൂസ് പറയരുത്. അവനോട് നേരിട്ട് പറയില്ല, പിന്നെ മറ്റവനോട് പറയും, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിൽ വളഞ്ഞു പറയും. അല്ല, നേരിട്ട് വിളിക്കണം, പറയട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, സഹാബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ വിളിക്കും, ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ നബിയെ ഞാനാണ് പറഞ്ഞത്, അപ്പോൾ കാര്യം പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചില ആളുകളുടെ അവസ്ഥ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ചിലപ്പോൾ പറയും. ഇതൊരു ഹിക്മത്താണത്. ചില ആളുകൾക്ക് അവർ പേരെടുത്ത് പറഞ്ഞ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞു കൊടുക്കും, നേർക്ക് നേരെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ രൂപത്തിൽ ഇത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞതിൻ്റെ ചുരുക്കം, സൽസ്വഭാവം എന്നത് ആളുകളെ അടുപ്പിക്കാൻ, ദീനിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യമാണ്. ഈ വിഷയത്തിൽ ചില ചരിത്ര സംഭവങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ടിട്ട് മാത്രം ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു എന്ന പേരിൽ കിതാബ് വരെ ഉണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കണ്ടിട്ട് മുസ്ലിമീങ്ങളായ സംഭവങ്ങൾ ക്രോഡീകരിച്ചിട്ട് കിതാബുണ്ട്. അതിൽപ്പെട്ട ചില സംഭവമാണ് സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുശ്രിക്കായിരുന്നു. അദ്ദേഹത്തെ പിടികൂടി മദീനയുടെ പള്ളിയുടെ ഓരത്ത് കെട്ടിയിട്ടു, ബന്ധിച്ചു. ആദ്യത്തെ ദിവസം അദ്ദേഹത്തോട് മുസ്ലിം ആകുമെന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തെ അയച്ചുവിട്ടു. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പാല് കറന്ന് കുടിക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് നല്ല രൂപത്തിലാണ് പെരുമാറിയത്. മൂന്നാമത്തെ ദിവസം ഇദ്ദേഹത്തെ അയച്ചു വിട്ടപ്പോൾ അദ്ദേഹം പോയി, കുറച്ചപ്പുറത്ത് പോയി കുളിച്ച് ശുദ്ധിയായി തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞ ചില വാക്കുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി മാ കാന അലൽ അർദി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക്. ഭൂമുഖത്ത് താങ്കളുടെ മുഖത്തേക്കാൾ വെറുപ്പുള്ള മറ്റൊരു മുഖവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഫഖദ് അസ്ബഹ വജ്ഹുക അഹബ്ബൽ വുജൂഹി ഇലയ്യ. എന്നാൽ ഇപ്പോഴിതാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖമായി താങ്കളുടെ മുഖം മാറിയിരിക്കുന്നു. വല്ലാഹി, അല്ലാഹുവാണ്, മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക്. താങ്കളുടെ ദീനിനേക്കാൾ, ഈ ആദർശത്തെക്കാൾ എനിക്ക് അങ്ങേയറ്റം വെറുപ്പുള്ള മറ്റൊരു ദീനും ഉണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ദീനുക അഹബ്ബദ്ദീനി ഇലയ്യ. എന്നാൽ എനിക്കിതാ ഏറ്റവും പ്രിയപ്പെട്ട ദീനായി താങ്കളുടെ ദീൻ മാറിയിരിക്കുന്നു. വല്ലാഹി, അദ്ദേഹം വീണ്ടും പറയുകയാണ്, അല്ലാഹുവാണ്, മാ കാന മിൻ ബലദിൻ അബ്ഗളു ഇലയ്യ മിൻ ബലദിക്. താങ്കളുടെ ഈ നാട് അഥവാ മദീനയേക്കാൾ വെറുപ്പുള്ള മറ്റൊരു നാടും എനിക്കുണ്ടായിരുന്നില്ല. ഫഅസ്ബഹ ബലദുക അഹബ്ബൽ ബിലാദി ഇലയ്യ. എന്നാൽ ഇതാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടായി ഈ നാട് മാറിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒന്നും ചെയ്തിട്ടില്ല, കഴുത്തിന് കത്തി വെച്ചിട്ടില്ല, അല്ലേ, പിടിച്ചു വലിച്ചിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാന്യമായ ഇടപെടൽ, അത് മാത്രം. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു, നോക്കൂ നിങ്ങൾ. അതുപോലെ നിങ്ങൾ നോക്കൂ മറ്റൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന് ഒരാൾ മൂത്രമൊഴിച്ചു, ഒരു അറാബി. നമ്മളാണെങ്കിലോ പിന്നെ അയാൾ മൂത്രമൊഴിക്കൂല. സഹാബത്ത് അദ്ദേഹത്തിൻ്റെ നേർക്ക് അടുക്കാൻ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ തടഞ്ഞു. മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ. നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് എളുപ്പം നൽകാനാണ്. വലം തുബഅസു മുഅസ്സിരീൻ, ഞെരുക്കം നൽകാനല്ല. സുബ്ബു അലയ്യ
സുബ്ബു അലൈഹി സജ്ലൻ മിൻ മാ, അയാൾ ആ ഒഴിച്ച മൂത്രത്തിൻ്റെ മുകളിൽ ഒരു പാത്രം വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊള്ളുക എന്നവരോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുത്തു, പള്ളി എന്ന് പറഞ്ഞാൽ മൂത്രയ്ക്കാനുള്ളതല്ല, ദിക്റിനും നിസ്കാരത്തിനൊക്കെ ഉള്ളതാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് കാണാം. മറ്റൊരു സംഭവം, മുആവിയ ഇബ്നുൽ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം മനോഹരമായി വിശദീകരിക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞാൻ നിസ്കരിക്കുകയായിരുന്നു. അതാ പിന്നിൽ മഅ്മൂമിങ്ങളായി സഹാബത്ത് നിസ്കരിക്കാൻ. ഇദാ തസറജുലും മിനൽ ഖൗം, പിന്നിലുള്ള മഅ്മൂമിങ്ങളിൽ ഒരാൾ തുമ്മി. അപ്പോൾ തുമ്മിയപ്പോൾ മുആവിയതു ഇബ്നുൽ ഹക്കം അസ്സുലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യർഹമുക്കല്ലാഹ്. തുമ്മിയാൽ എന്ത് പറയും? അൽഹംദുലില്ലാഹ് എന്ന് പൊതുവെ പറയാറുണ്ട്. കേട്ടാൽ യർഹമുക്കല്ലാഹ് എന്ന് പറയും. ഇദ്ദേഹം യർഹമുക്കല്ലാഹ് എന്ന് നിസ്കാരത്തിൽ പറഞ്ഞു. അദ്ദേഹം പറയുകയാണ്, ഫറമാനിൽ ഖൗമു ബി അബ്സാരിഹിം, സഹാബികളൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ തുറിച്ചു നോക്കാൻ തുടങ്ങി. അപ്പം അദ്ദേഹം സഹാബികളോട് പറഞ്ഞു, വാ സുക്കില ഉമ്മിയ മാ ശഅനുക്കും, എന്തിനാ നിങ്ങളിങ്ങനെ നോക്കുന്നത്? നിസ്കാരത്തിൽ ഇങ്ങനെ സംസാരമായി അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ നോക്കി, ഇദ്ദേഹം സംസാരിക്കുകയാണ്. ഫജഅലു യദ്രിബൂന ബിഐദീഹിം അലാ അഫ്ഖാദിഹിം, സഹാബികൾ എന്ത് ചെയ്തു? അവരുടെ തുടമ്പലിങ്ങനെ അടിച്ചു, നിർത്തൂ എന്നുള്ള നിലക്ക്. അങ്ങനെ അവർ മിണ്ടാതിരിക്കാനാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം മിണ്ടാതിരുന്നു. അങ്ങനെ ഫലമ്മ സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിസ്കാരം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു, എന്നിട്ട് കാര്യം പറഞ്ഞു കൊടുത്തു. ഇന്ന ഹാദിഹി സ്വലാത്ത ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്, നിസ്കാരം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സംസാരിക്കുന്ന സംസാരമൊന്നും നിസ്കാരത്തിൽ പറ്റൂല. ഇന്നമാ ഹുവ തസ്ബീഹു വത്തക്ബീറു വഖിറാഅത്തുൽ ഖുർആൻ, നിസ്കാരം എന്ന് പറഞ്ഞാൽ തസ്ബീഹും തക്ബീറും, അഥവാ അള്ളാഹുവിനെ പുകഴ്ത്തലും പ്രശംസിക്കലും അള്ളാഹുവിനെ വാഴ്ത്തലും അതുപോലെ ഖുർആൻ പാരായണം ഒക്കെയാണ്. ഇതാണ് നിസ്കാരം. അത് വർത്താനം നിസ്കാരത്തിൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറയുകയാണ്, മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ അതിന് മുമ്പോ അതിന് ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹുവാണ്, മാ കഹറനി വലാ ദറബനി വലാ ശതമനി, അവിടുന്ന് എന്നോട് കയർത്ത് സംസാരിച്ചില്ല, അവിടുന്ന് എന്നെ തല്ലിയില്ല, അവിടുന്ന് എന്നെ ചീത്ത വിളിച്ചില്ല, ആക്ഷേപിച്ചില്ല. സുബ്ഹാനല്ലാഹ്. നോക്കൂ, നമ്മളാണെങ്കിലോ നിസ്കാരത്തിലാ മറ്റൊരാൾ ഫോൺ അടിച്ചു പോയാൽ പിന്നെ അയാൾ ജീവിക്കണ്ട, പിന്നെ അയാൾ നമ്മൾ വെറുതെ വിടൂല. അയാൾ അബദ്ധത്തിൽ സംഭവിച്ചു പോയതായിരിക്കും. നിസ്കാരത്തിൽ പള്ളിയിൽ വരുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കണം, അത് വേറെ വിഷയം. ഏതെങ്കിലും ഒരു സാധുവിൻ്റെ അടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അയാൾ വെറുതെ വിടില്ല. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അബദ്ധം സംഭവിച്ചു പോയാൽ നിസ്കാരത്തിൽ സംസാരിക്കാനുണ്ടായത്. സഹാബത്തിന് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ച അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടുത്തെ ഏറ്റവും നല്ല അധ്യാപകനാണ്. സഹോദരങ്ങളെ നോക്കൂ, ഇങ്ങനെ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അയാൾ എപ്പോൾ നന്നായി ചോദിച്ചാൽ മതി. പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ ആളുകൾ സ്വീകരിക്കാത്തതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും അറിയുങ്ങൾ? നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ രീതിൻ്റെ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ നല്ല രൂപത്തിൽ പറഞ്ഞാൽ അയാൾ കേൾക്കും, പക്ഷെ നമ്മൾ പറയുക ആ ഒരു രോഷത്തോടെ ആയിരിക്കും. ശരിയാണ്, ദീനിനോടുള്ള ഒരു ഹറാമ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു തെറ്റ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മരോഷമാണ്, ശരിയാണ്. ഏതൊരു മുഅ്മിനിനും തെറ്റുകൾ കാണുമ്പോൾ രോഷമുണ്ടാകും, ദേഷ്യവും പ്രയാസവും ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന ഞാനും അതിൽ നിന്ന് മുക്തനല്ല, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ അവിടെ നമ്മൾ വികാരത്തേക്കാൾ വിവേകമാണ് കാണിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം വളരെ മനോഹരമായിരിക്കും. ഇനിയും നമുക്ക് കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു
ആരാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് നിങ്ങൾക്കറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ നീ അയാളെ ശപിക്കണേ എന്ന് പ്രാർത്ഥിച്ച ആളാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യ, സുഹൈൽ ഇബ്നു അംർ, അൽ ഹാരിസ് ഇബ്നു ഹിഷാം, അല്ലാഹുമ്മ ലഅൻ ഫുലാനൻ, അല്ലാഹുമ്മ ലഅൻ സഫ്വാൻ ഇബ്നു ഉമയ്യ, അല്ലാഹുമ്മ ലഅൻ സുഹൈൽ ഇബ്നു അംർ, അല്ലാഹുമ്മ ലഅൻ അൽ ഹാരിസ് ഇബ്നു ഹിഷാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹു ആയത്തിറക്കി, ലൈസ ലക മിനൽ അംരി ഷൈ, നബിയെ താങ്കൾക്ക് കൈകാര്യകർത്തത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ യാതൊരു ഇടപെടലുകളും ഇല്ല. അവരുടെ കാര്യത്തിൽ താങ്കൾ പറയുന്നത് പോലെയല്ല എന്നാണ് അതിൻ്റെ ചുരുക്കം. ഔ യതൂബ അലൈഹിം, ഒന്നല്ലെങ്കിൽ അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കും, ഔ യുഅദ്ദിബഹും, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കും. ആയത്തിറക്കി സൂറത്തു ആലി ഇമ്രാനിൽ. ചരിത്രത്തിൽ കാണാം അവരെല്ലാവരും മുസ്ലിമീങ്ങളായി, അവരെല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു എന്നാണ്. അതിൽപ്പെട്ട ഒരാളാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് ശേഷം 100-ലധികം ആടുകളെ നൽകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഖൗമിലേക്ക്, ഗോത്രത്തിലേക്ക് തിരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലഖദ് അഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഅതാനി, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ എനിക്കിതാ തന്നിരിക്കുന്നു. വഇന്നഹു ലഅബ്ഗദു നാസി ഇലയ്യ, തീർച്ചയായും ജനങ്ങളിൽ എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. ഫമാ ബരിഹ യുഅതീനി ഹത്താ ഇന്നഹു ലഅഹബ്ബു നാസി ഇലൈ, ദാ ഇപ്പോൾ അവിടുന്ന് എനിക്കിതാ ഒരുപാട് തന്നിരിക്കുന്നു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായി അവിടുന്ന് മാറുകയുണ്ടായി എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനിയും സഹോദരങ്ങളെ ധാരാളം ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ആളുകളെ ദീനിലേക്ക് അടുപ്പിച്ചു. ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവിടുത്തെ സ്വഭാവം കണ്ടിട്ട്. അപ്പോൾ 13ഓളം സൽസ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠതകളാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ 13ാമത്തതാണ് ഒരല്പം വിശദീകരിച്ചു പറഞ്ഞത്. ഇതിലെല്ലാം നമ്മൾ ഈ കേട്ടതൊക്കെ നമ്മുടെ ദീൻ നന്നാക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ സ്വഭാവത്തിന് എത്ര പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന തെളിവുകളാണിവ. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നമ്മുടെ സ്വഭാവം മോശമായിട്ട് അതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകളായി നമ്മൾ മാറരുത്. തെറ്റാണ്, പാടില്ല. സ്വഭാവം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക. ഒന്നാമത്തത് ദുആ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പ്രാർത്ഥനകൾ നമുക്ക് ഇപ്രകാരം കാണാം. വഹ്ദിനി ലിഅഹ്സനിൽ അഖ്ലാഖ്, അല്ലാഹുവേ എനിക്ക് ഏറ്റവും നല്ല സ്വഭാവം നീ നൽകണേ, ഏറ്റവും നല്ല സ്വഭാവത്തിലേക്ക് നീ എന്നെ നയിക്കണേ. ലാ യഹ്ദി ലിഅഹ്സനിഹാ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ സൽസ്വഭാവത്തിലേക്ക് നയിക്കാൻ മറ്റൊരാളുമില്ല. വസ്രിഫ് അന്നി സയ്യിഅഹാ, എല്ലാ മോശമായ ദുസ്വഭാവങ്ങളിൽ നിന്നും റബ്ബേ നീ എന്നെ അകറ്റണമേ. ലാ യസ്രിഫു അന്നി സയ്യിഅഹാ ഇല്ലാ അൻത, സ്വഭാവങ്ങളിലെ മോശം ദുസ്വഭാവങ്ങൾ നീയല്ലാതെ മാറ്റിത്തരാൻ വേറൊരാളും ഇല്ല തന്നെ. പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥനകൾ പഠിച്ചിട്ട്. അതുപോലെ മറ്റൊരു പ്രാർത്ഥന ഇപ്രകാരം കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ, അല്ലാഹുവേ മോശമായ ദുസ്വഭാവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ദേഹേച്ഛകളിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മറ്റൊരു പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ കമാ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി, അല്ലാഹുവേ നീ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ, എൻ്റെ രൂപം നീ നന്നാക്കി തന്നിട്ടുണ്ട്, അതുപോലെ നീ എൻ്റെ സ്വഭാവവും നന്നാക്കി തരണേ. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണിത്. അതുപോലെ രണ്ടാമത്തെ കാര്യം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ എല്ലാ മേഖലകളും നമ്മൾ ശ്രദ്ധിക്കുക. മൃദുലമായ സ്വഭാവം, അവധാനത, ശാന്തത, വിട്ടുവീഴ്ച, അതുപോലെ ക്ഷമ, നിശ്ചയദാർഢ്യം, നീതി, സത്യസന്ധത, നന്മ, ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഓരോ മേഖലകളിലും നമ്മുടെ സ്വഭാവം നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ
പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല അത് നൽകും. അല്ലാഹു അല്ലാതെ നൽകാൻ മറ്റൊരാളുമില്ല. ഇമാം താവൂസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന ഹാദിഹിൽ അഖ്ലാഖ മനാഇഹു യംനഹുഹ അല്ലാഹു അസ്സ വജല്ല മൻ യശാഉ മിൻ ഇബാദിഹി. ഈ സൽസ്വഭാവം, നല്ല സ്വഭാവം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളിൽ വെച്ച് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്ന അവൻ്റെ ഔദാര്യമാണ്. ഫഇദാ അറാദ അല്ലാഹു അസ്സ വജല്ല ബിഅബ്ദിൻ ഖൈറൻ മനഹഹു മിൻഹാ ഖുലുഖൻ സാലിഹ. അല്ലാഹു തആല ഏതൊരു അടിമക്കാണോ നന്മ ഉദ്ദേശിക്കുന്നത് അവന് നല്ല സ്വഭാവം നൽകി അല്ലാഹു അനുഗ്രഹിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മെ വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട്. നമ്മളെല്ലാ സ്ഥലത്തും സൽസ്വഭാവികളാണോ എങ്കിൽ അല്ലാഹു നമ്മിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതല്ല നമ്മുടെ സ്വഭാവത്തിൽ പ്രശ്നങ്ങളുണ്ടോ, നേരെ തിരിച്ച അർത്ഥമാണ് നമ്മൾ നമ്മെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ നന്നാക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ മേൽപ്പറഞ്ഞ നന്മകളൊക്കെ നമുക്കില്ലാതെയായി പോകും. നമ്മുടെ ഈമാനിൻ്റെ പൂർത്തീകരണം, അതുപോലെ പരലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സാമീപ്യം, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളായി തീരുക എന്നത്, നന്മയുടെ ആളായി തീരുക എന്നുള്ളത്, നരകം ഹറാമാക്കപ്പെടുന്ന ആളായി തീരുക എന്നുള്ളത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ച ഓരോന്നും നമുക്ക് ലഭിക്കേണ്ടതാണ്, അള്ളാഹു നമുക്ക് നൽകേണ്ടതാണ്. അതിന് സഹോദരങ്ങളെ സൽസ്വഭാവത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറയുന്ന ഞാൻ ഈ പറഞ്ഞതിൽ മികച്ചു നിൽക്കുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് നമുക്കുള്ള ഓരോരുത്തർക്കുമുള്ള ന്യൂനതകൾ അത് അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളത് തിരുത്താനും നന്നാക്കാനും നമ്മുടെ സ്വഭാവം ശരിയാക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അവൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വല്ലാഹു തആല അഅ്ലാ വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.